الله 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 الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. تقبل الله. അള്ളാഹുവെ റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയതായ ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ, ഞങ്ങൾ ചൊല്ലുന്നതിൻ്റെ, ഓതുന്നതിൻ്റെ ഒക്കെ മിഥില് സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെയും നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ ഖത്മ് പൂർത്തിയാക്കാൻ നാദാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 3 ഫാത്തിഹ ഓതിക്കൊണ്ടാണ് മജ്ലിസ് ആരംഭിക്കാൻ പോകുന്നത്. ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ നാം ഓതുന്നു. ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവെ, ഞാൻ ഈ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലത്തെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഫാത്തിഹയുടേത് മാത്രമല്ല, ഇനി ഓതാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും.
രണ്ടാമത്തെ ഫാത്തിഹ, അള്ളാഹുവെ ഞാൻ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലത്തെ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ അനുചരന്മാരുടെയും ഹലറത്തിലേക്ക്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹലറത്തിലേക്ക്, എല്ലാ സ്വഹാബത്തിന്റെ ഹലറത്തിലേക്ക്, അതുപോലെ എല്ലാ സ്വഹാബിയാത്തിന്റെ ഹലറത്തിലേക്ക്, എല്ലാ ത്വാബീങ്ങളെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, മശായിഖന്മാരുടെ, ഖൈറിന്റെ അഹ്ലുകാരുടെ, ശുഹദാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, എല്ലാ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് മനസ്സിൽ കരുതുക. പിന്നെ നമ്മളൊരു ഫാത്തിഹയും കൂടി ഓതുണ്ടല്ലോ, അതാർക്ക് വേണ്ടിയിട്ടാണ്? നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് മനസ്സിൽ കരുതണം. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലെ പള്ളി ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ ഒക്കെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ലോക മുഅ്മിനു മുഅ്മിനാത്തിന്റെ ഹലറത്തിലേക്ക് ഞങ്ങൾ ഈ ഓതുന്നതിന്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കണേ എന്ന് എല്ലാവരും മനസ്സറിഞ്ഞ് നിയ്യത്ത് ചെയ്യുക. ഇൻഷാ അല്ലാ അതിനുശേഷം 3 ഫാത്തിഹ ഓതി നമുക്ക് യാസീനിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفيئنا وحبيبنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റബ്ബി ഗ്ഫിർ ലി. ആമീൻ. എല്ലാവരും മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ഓതുന്ന യാസീന്റെ പ്രതിഫലത്തെ എല്ലാവരുടെയും നമ്മൾ മേൽ പറഞ്ഞ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും മുസ്ഹാഫ് എടുത്ത് മുസ്ഹാഫിൽ നോക്കി ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم صدا ومن خلفهم صدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون قالوا ربنا يعلم إنا
وإنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلد لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم
ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله الرحمن يا ربه ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ സൂറത്ത് യാസീൻ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥില സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ അമ്പിയാക്കളുടെ മുർസലീങ്ങളെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മശായിഖന്മാരുടെ ഖൈറിന്റെ അഹിലുകാരുടെ ശുഹദാക്കളുടെ സുദ്ദീഖീങ്ങളുടെ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അള്ളാഹു ഞങ്ങളുടെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നാടുകളിലെ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നാം അസ്മാഉൽ ഹുസ്നയാണ് ചെല്ലാൻ പോകുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ചെല്ലുക. അള്ളാഹു അവന്റെ മഹത്തായ പരിശുദ്ധമായ ഇസ്മുകൾ പേരുകൾ ചൊല്ലി ദുആ ചെയ്യുന്ന നമ്മുടെ ദുആ ഈ മജ്ലിസിനെ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز
يا مضل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتعيدنا بتعييدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا آمين تقبل الله. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇനി ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് അല്പം സലാമുകൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് സലാം ബൈത്ത് ചെല്ലാം. ഹബീബായ പ്രവാചകനെ എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടുത്തെ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ പ്രവാചകന്റെ ആ ഹുജ്റത്തു ഷരീഫ്, ആ റൗള ഷരീഫ് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ ചിത്രമൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഹബീബിന്റെ പേരിലേക്ക് നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്പം സലാമുകൾ ചെല്ലാം. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خليل الله. الصلاة والسلام عليك يا سيدي يا خليل الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا صفي الله. الصلاة والسلام عليك يا سيدي يا صفي الله. الصلاة والسلام عليك يا سيدي يا سيد المرسلين. الصلاة والسلام عليك يا سيدي يا سيد المرسلين. السلام عليك زين الأنبياء. السلام عليك
أتقى الأتقياء صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك أسف الأصفياء السلام عليك أزكى الأزكياء صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك من ربي السمائي السلام عليك دام بالانقضاء صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على النبي والسلام وهو خير الأنام بدر التمام. السلام عليك أحمد يا محمد السلام عليك طه يا ممجد صلواتي على النبي والسلام وهو خير الأنام بدر التمام. السلام عليك يا كهفا ومقصاد السلام عليك يا حسنا تفرد صلواتي على النبي والسلام وهو خير الأنام بدر التمام. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ് ഞങ്ങൾ ഹബീബിന്റെ പേരിൽ ചൊല്ലിയതായി സലാം അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളുടെ സലാമുകളുടെ ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബിനോടൊപ്പം നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ദിക്ർ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് മജ്ലിസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണല്ലോ ആ ദിക്റിന്റെ അർത്ഥം, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് أستغفر الله العظيم 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 أستغفر الله العظيم. إلهي أنت مقصودي ورضاك
مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض آمين يا رب العالمين. يا حي يا قيوم 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 إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض. سلام قولا من رب رحيم 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 إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض آمين يا رب العالمين. لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض آمين يا رب العالمين. إن بدنا صلاة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. آمين يا رب العالمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. قبل الله الرحمن يا ربي. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ഓതിയ യാസീൻ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ സലാമുകൾ സ്വലാത്തുകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നിന്റെ മശായിഖന്മാരെ ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതുന്നതായ ഫാത്തിഹകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, തസ്ബീഹുകൾ, ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പല ഉപ്പമാരും ഉമ്മമാരും സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ പേരിൽ മൗലിദ് ഓതുന്നവരാണ്, ഓതി ദുആ ചെയ്യുന്നവരാണ് റബ്ബേ. അവരുടെ പേരിൽ എപ്പോഴും ഓതുന്നവരാണ്. അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ മഹാന്മാരെ ഓർക്കാത്ത, മഹാന്മാരുടെ പേരിൽ ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹ ഓതാത്ത, യാസീൻ ഓതാത്ത ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറവാണ് റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ എന്ന അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിനക്ക് മിഥില സവാബിനെ ഞങ്ങൾ മരണപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് എത്തിച്ച് അവരുടെ ഖബർ നീ ജന്നത്താക്കി കൊടുക്കണേ അല്ലാഹ്. നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നീ ഇതിനെ ഞങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവന്റെ ത്വഅത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന്റെ 2 മാസം മുമ്പ് തന്നെ റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകി റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് ദുആ ചെയ്യാൻ നമ്മോട് പഠിപ്പിച്ചു. അതിന്റെ പൊരുൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, പല കാര്യങ്ങളും അതിന്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു കാര്യം, പരിശുദ്ധമായ റമളാനാകുമ്പോഴേക്കും നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോകും. ഓരോ നാട്ടിലും എടുത്തു പരിശോധിച്ചാൽ അറിയാം, റജബ് ശഅബാൻ ഒക്കെ ആകുമ്പോൾ റമളാനാകുമ്പോഴേക്കും പലവരും മരണപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമ്മളെ മജ്ലിസിൽ തന്നെ എത്ര ആളുകൾ മരണപ്പെട്ടു. പെട്ടെന്നുള്ള മരണങ്ങൾ, അസുഖബാധിതരായി കിടന്ന മരണങ്ങൾ. അതുപോലെ ഇന്നലെ നമ്മളൊരു 13 ഫാത്തിഹ ഓതി സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായ ആളുടെ രോഗശമനത്തിന് വേണ്ടി അവർ ജുമയോടുകൂടെ ജുമാന്റെ സമയത്ത് മരണപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എന്റെ നാട്ടില്, അതുപോലെ നമ്മുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നത് കാണാം. എന്താണത്? വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഞങ്ങളെ നീ എത്തിച്ച് ആ റമളാനിലെ ഇബാദത്തുകൾ, നോമ്പ്, നിസ്കാരം, തറാവീഹ്, തഹജ്ജുദ്, തസ്ബീഹ്, ഇത്തികാഫ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വെറുതെ ഒരു ജീവനില്ലാത്ത ജീവനുള്ള ഒരു ശരീരം പോലെ റമളാനിലേക്ക് എത്തിച്ചാ പോരാ. റമളാൻ മുതലാക്കാൻ, റമളാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതിന്റെ പൊരുൾ നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നാട്ടിലും. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് നാം റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകി അല്ലാഹുവേ, ഞങ്ങളെ റൂഹിനെ നീ പിടിക്കാതെ, ഞങ്ങളെ നീ മരിപ്പിക്കാതെ റമളാനിലേക്ക് എത്തിച്ച് ആ പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്നാണ് ദുആന്റെ പൊരുള്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബിനെ ബഹുമാനിക്കാനും ശഅബാനെ ബഹുമാനിക്കാനും അതിൽ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ വളരെ നന്നായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും റമളാൻ എത്തിക്കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമല്ല. റമളാൻ എത്തിക്കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമല്ല, ആണോ? റജബിൽ പരമാവധി സുന്നത്ത് നോമ്പുകൾ നോക്കുക, അതുപോലെ തന്നെ ശഅബാനിൽ പരമാവധി സുന്നത്ത് നോമ്പുകൾ നോക്കുക. ഇപ്പൊ ഇന്നലത്തെ വെള്ളിയാഴ്ചയായിരുന്നല്ലോ ഇന്നലത്തെ ഖുതുബയിൽ പറഞ്ഞത്, ഈ മാസം എന്ന് പറയുന്നത് തൗബയുടെ മാസമാണ്, പശ്ചാത്താപത്തിന്റെ മാസമാണ്. അല്ലാഹു ഒരുപാട് നന്മകൾ പെയ്തിറക്കുന്ന മാസമാണ്. തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയുള്ളതുപോലെ നന്മകൾക്ക് കൂടുതൽ പ്രതിഫലമുള്ള ഒരു മാസമാണ് എന്നാണ് ഖുതുബയിലൂടെ, ഇന്നലത്തെ ഖുതുബയിലൂടെ ചർച്ച ചെയ്തത്, ഇന്നലത്തെ ഖുതുബയിൽ നമ്മൾ ഓതിയത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റജബിന്റെ ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്ർ എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്നുള്ള ദിക്റാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് റജബ് എത്രയാണ്? ഇന്ന് റജബ് 10 അല്ലേ? വ്യാഴം 1, വ്യാഴോട് വ്യാഴം 8, വെള്ളി 9, ശനി 10. ഇപ്പൊ ഇന്ന് 10. ഇന്നത്തെ മഗ്രിബ് നമസ്കാരമായി കഴിഞ്ഞാൽ ആദ്യത്തെ 10 നമ്മോട് വിട പറയുകയാണ്. ഇന്നത്തെ ഈ മഗ്രിബ് വരെയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്നുള്ള ആ ദിക്റിനെ നാം ചൊല്ലേണ്ടത്. ഇനി അടുത്ത 10, രണ്ടാമത്തെ 10 ഇന്നത്തെ മഗ്രിബ് മുതൽ നമ്മിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നാം ചൊല്ലേണ്ട ദിക്ർ എന്താണ്? സുബ്ഹാനല്ലാഹിൽ ഹയ്യിൽ ഖയ്യൂം. എന്താണ്? സുബ്ഹാനല്ലാഹിൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ള ദിക്ർ ദിവസവും 70, ചുരുങ്ങിയത് 70, 100, അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് എത്ര വേണമെങ്കിലും ചൊല്ലുക. അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. അതുപോലെ തന്നെ അസ്റിന് ശേഷം ചൊല്ലാനുള്ള ഇസ്തിഗ്ഫാർ അത് പ്രത്യേകം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ദുആ വസിയത്തുകൾ വായിക്കുകയാണ്. ബീവിക്കുട്ടി മലപ്പുറം, ഉമ്മാടെ അനുജത്തി ഇന്നലെ മരണപ്പെട്ടു. പ്രത്യേകം ദുആ വസിയത്ത്. അല്ലാഹു നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്.
ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. അതുപോലെ മുംതാജ് കോയമ്പത്തൂര് സ്വന്തമായി വീടില്ല ഉസ്താദെ, കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ വീടാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് പലവരും നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ്. സ്വന്തമായി വീടില്ലാത്തവർ, തലമുറയായിക്കൊണ്ട് വാടക വീട്ടിൽ കോട്ടേഴ്സിലൊക്കെ താമസിച്ച് വീട്ടുവേല ചെയ്തുകൊണ്ട് ദിവസങ്ങൾ തള്ളി നിൽക്കുന്നവർ, അള്ളാഹു അവർക്കൊക്കെ നീ ഇസ്സത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. സ്വന്തമായി ഒരു അല്പം മണ്ണ് അതിന് റാഹത്തുള്ള ഒരു വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് റബ്ബേ വീട് നൽകണേ റഹ്മാനെ. നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് കടങ്ങളൊക്കെ വീടാനുള്ള അഭിവൃദ്ധി അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ സഫിയ കണ്ണൂര് ശ്വാസം മുട്ട്, അതുപോലെ കാലിലെ വേദനയും വിഷമവും മാറാൻ, കാലിൽ 2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പ്രായം ചെന്ന ഒരു വല്യമ്മയാണ് റബ്ബേ, ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നാലും മജ്‌ലിസ് മുടങ്ങാതെ മജ്‌ലിസിൽ സംബന്ധിക്കുന്നവരാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ് റഹ്മാനായ റബ്ബേ. നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സൽമത്ത് തിരുനാവായ ആങ്ങളയുടെ അമ്മോശൻ ഇന്നലെ ജുമഅയുടെ നേരത്ത് മരണപ്പെട്ടു. പ്രത്യേകം ദുആവസിയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 13 ഫാത്തിഹ ഇന്നലെ ഓതാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സമയത്ത് റാഹത്തുള്ള ഒരു മരണം അതിന് നൽകി. വളരെ അധികം പ്രയാസമായി കിടപ്പിലായിരുന്നു, കിടന്ന് ഇടങ്ങറാവുക, കിടന്ന് പ്രയാസപ്പെടുക, മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. അള്ളാഹു അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കോ നമ്മുമായി ബന്ധപ്പെട്ടവർക്കോ അള്ളാഹു നൽകാതിരിക്കട്ടെ. അള്ളാഹു എന്തിലും ഒരു ഖൈർ കാണുന്നുണ്ടാവും. നമ്മളുടെ നോട്ടത്തിൽ അതൊരു ഷർറായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാക്കാം അല്ലെ. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിയുടെ ഓരോ ഞരക്കവും ഓരോ മൂളലും ഓരോ പ്രയാസം എന്നൊക്കെ പറഞ്ഞ് വേദന കൊണ്ട് വിളിക്കുന്ന ഓരോ വിളിയും നൂറുകണക്കിന് തസ്ബീഹിന്റെ സ്ഥാനത്താണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരവസരത്തിൽ ഒരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് പിന്നെ ഷഹീദാകണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ടാണ് സ്വഹാബത്തൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ യുദ്ധമൊക്കെ വിജയിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ സ്വഹാബി പിന്നെ നിയത്ത് ചെയ്തു, ഈ യുദ്ധത്തിൽ മരിക്കാനുള്ള ഭാഗ്യം, ഷഹീദാകാനുള്ള ഭാഗ്യം ലഭിക്കണേ. പക്ഷെ ആ മനുഷ്യന്, ആ സ്വഹാബി അതിൽ ഷഹീദാകാൻ കഴിഞ്ഞില്ല. ദീർഘമായ മുറിവുകൾ ഏറ്റുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് യുദ്ധകളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ആ വേദന, ആ മുറിവുടെ വേദന ഒക്കെ സഹിച്ച് അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മഹാനവർകൾ, ആ സ്വഹാബി മരണപ്പെട്ടു. അപ്പൊ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ദ്വാരുന്നു, പഠിച്ചവനെ ആ ബദറല്ല, യുദ്ധം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, യുദ്ധത്തിൽ മരണപ്പെട്ട ആ ഷഹീദിന്റെ കൂലി, ഇദ്ദേഹം പങ്കെടുത്ത യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ ഷഹീദായില്ല, അല്ലാഹ് ആ ഷഹീദിന്റെ കൂലി പ്രിയപ്പെട്ട ഈ സഹോദരന് കൊടുക്കണേ അല്ലാഹ്. യുദ്ധക്കളത്തിൽ വെട്ടേറ്റുകൊണ്ട് അവിടെ ഷഹീദായി വീഴാൻ കഴിയാതെ വീട്ടിൽ വന്ന് കുറെ ദിവസം വേദനിച്ച് വിഷമിച്ച് കഴിഞ്ഞ പ്രിയപ്പെട്ട ഈ സ്വഹാബിക്ക് യുദ്ധക്കളത്തിൽ അടരാതി ആ അരണാങ്കണത്തിൽ വീണ് ഷഹീദായി മരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം ഈ പ്രിയപ്പെട്ട സഹോദരന് ലഭിക്കണേ എന്ന് ദ്വാരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ദ്വാരക്കല്ല സഹാബത്തെ, നേരെ തിരിച്ചു ദ്വാരിക്കുക. ഈ യുദ്ധക്കളത്തിൽ മുറിവേറ്റുകൊണ്ട് ആ വേദന സഹിച്ച് ദിവസങ്ങളോളം അദ്ദേഹം സഹിച്ച് വിഷമിച്ച് അദ്ദേഹം മരണപ്പെട്ടല്ലോ. ഈ സ്വഹാബിക്ക് ലഭിക്കുന്ന പ്രതിഫലം തൽക്ഷണം യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് മാരകമായ ഭീകരമായ വെട്ടുകളേറ്റ് തൽക്ഷണം മരണപ്പെട്ട ആ സ്വഹാബിമാർക്ക് കിട്ടുന്നതിന് കിട്ടിയ പ്രതിഫലം ഉണ്ടല്ലോ, അവർക്ക് ഈ മനുഷ്യന്റെ പ്രതിഫലം കിട്ടണേ എന്ന് ദ്വാരക്കണേ. നേരെ തിരിച്ചു ദ്വാരക്കാൻ പറഞ്ഞു. കാരണം ആ പ്രിയപ്പെട്ട സഹാബി വെട്ടേറ്റുകൊണ്ട് വേദനിച്ച് വിഷമിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയൊക്കെ സഹിച്ച് ക്ഷമിച്ച് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഓതി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി. ഇതിന്റെ ഒക്കെ പ്രതിഫലം എവിടെ? ആ മഹാനായ സ്വഹാബി യുദ്ധക്കളത്തിൽ അടരാടി ഷഹീദായി അവിടെ നിന്ന് മരിച്ചുവെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, ദിക്ർ സ്വലാത്തുകൾ ചെയ്യാൻ കഴിയില്ല. അതുപോലെ അദ്ദേഹം അനുഭവിച്ച വേദനക്കും വിഷമക്കും റബ്ബ് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആയതുകൊണ്ട് ആ ഷഹീദായ മനുഷ്യനേക്കാൾ അടർക്കളത്തിൽ ഷഹീദായ മനുഷ്യനേക്കാൾ പ്രതിഫലം കൂടുതൽ ഈ മനുഷ്യനാണ് കിട്ടുക. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന അതേ പ്രതിഫലം അടർക്കളത്തിൽ ഷഹീദായവർക്ക് കിട്ടണേ എന്ന് ദുആരക്കണേ സ്വഹാബത്തെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തുവെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എനിക്ക് രോഗം വന്നല്ലോ എന്ന് കരുതിക്കൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല. രോഗം ചിലർക്ക് അനുഗ്രഹമാണ്, അത് പാപമോചനത്തിനുള്ള വഴിയാണ്. നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ അല്ലാഹു
ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നൽകുന്നതായ ഒരു തരം ശിക്ഷയാണ്, ഒരു തരം രക്ഷപ്പെടുത്താനുള്ള ഒരു ആശ്വാസമാണ്. ദുനിയാവിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും, പക്ഷെ അതിനാലെ നാം രക്ഷപ്പെടുകയാണ് ശാശ്വതമായ രക്ഷപ്പെടൽ ഖബറിലും അതുപോലെ തന്നെ സിറാത്തിലൂടെ കടന്നുകൊണ്ട് സ്വർഗ്ഗലോകത്ത് ചെന്ന് റാഹത്തായിക്കൊണ്ട് ശാശ്വതമായിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കാലുവേദന, ശ്വാസമുട്ട്, പ്രയാസം, വിഷമമുള്ള കണ്ണിന് പ്രശ്നമുള്ള എന്റെ ഉമ്മമാര് ഉപ്പമാര് വിഷമിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിച്ചിട്ടുണ്ട്. നാളെ നമ്മെ സന്തോഷകരമായ ഒരു ജീവിതം നൽകാൻ വേണ്ടിയിട്ട്, സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തയ്യാറാക്കാണ്, മാനസികമായി ശാരീരികമായി തയ്യാറാക്കാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക. അല്ലാഹു നമ്മെ ഇരുലോക വിജയികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നാം പറഞ്ഞു വന്നത് നമ്മുടെ സൽമത്ത് തിരുനാവായ അവരുടെ ആങ്ങളുടെ അമ്മോശൻ ഇന്നലെ ജുമായുടെ നേരത്തെ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ഖബർ വിശാലമാക്കി ജന്നത്താക്കി നൽകട്ടെ. നമ്മൾ 13 ഫാത്തിഹ ഓതാൻ പറഞ്ഞു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ സീരിയസ് ഉള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫാത്തിഹ ഓതാൻ വേണ്ടി പറയാതെ. നിസ്സാരമായി കാണരുത്, എല്ലാവരും ഓതണം. നമ്മൾ ഓതുന്നത് മശായിഖന്മാരുടെ, ഔലിയാക്കളുടെ, റസൂലുള്ളാഹിന്റെ അസ്വാൽ ബദരീങ്ങളെ മശായിഖന്മാരുടെ പേരിലാണ്. ആ ഫാത്തിഹക്ക് ഭയങ്കര ഫളിലാണ്, ഭയങ്കര ശ്രേഷ്ഠതയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ മുമ്പ് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളാണ്. ആയതുകൊണ്ട് ഫാത്തിഹ അധികരിപ്പിക്കുക. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഓതിയേണ്ട ഫാത്തിഹ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഫാത്തിഹ തുറന്നു തരുന്നത്. എന്ത് തുറന്നു തരുന്നത്? എന്തും തുറന്നു തരുന്നത്. അള്ളാഹു എന്തും തുറന്നു തരും. ഫാത്തിഹ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അതൊക്കെ റബ്ബ് തുറന്നു തരും. എല്ലാ തുറവടിയും ഫാത്തിഹയാണ്. ഫാത്തിഹ സൂറത്തുൽ ശിഫ എന്ന പേരിൽ ഫാത്തിഹ ഉണ്ട്. നമുക്കിന്ന് എന്തൊക്കെ അസുഖങ്ങളാണ്, നമ്മളെ അസുഖം നമുക്ക് തന്നെ അറിയില്ല അല്ലെ, ഡോക്ടർമാർ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല ഓരോരോ അസുഖങ്ങള്. അള്ളാഹ്ക്കറിയാം എല്ലാ അസുഖങ്ങളും. ഫാത്തിഹ എന്ന് പറഞ്ഞ സൂറത്തുൽ ശിഫ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ എല്ലാത്തിനും മരുന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമിറക്കാൻ വരെ ഫാത്തിഹ മരുന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെ പവർഫുൾ ആണ് ഫാത്തിഹ. അത് ഓതുക. അതുകൊണ്ടാണ് നിസ്കാരത്തിന് നമുക്ക് നിർബന്ധമാക്കിയ ഏക സൂറത്ത് ഫാത്തിഹ മാത്രമാണ്. അതല്ലേ വേറെ ഏതെങ്കിലും സൂറത്ത് നിർബന്ധാക്കി കൂടെ? ഇല്ല. നമുക്ക് ഫാത്തിഹ മാത്രമേ ഖുർആൻ ഓതൽ നിർബന്ധമുള്ളൂ. കാണാതെ പഠിക്കൽ, തെറ്റുകൂടാതെ പഠിക്കൽ നിർബന്ധമുള്ളൂ. ബാക്കിയൊക്കെ പഠിക്കൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേൽക്കാൻ, ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കാൻ, ഫള് മനസ്സിലാക്കാൻ, ഫാത്തിഹ ധാരാളം ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറയൂര് അജ്മീർ പോകാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രയാസം വശമില്ലാതെ പോവാനൊക്കെ, അതിനൊക്കെയുള്ള വഴികളൊക്കെ അടുത്ത് വരാൻ വേണ്ടി ദ്വാവസിയത്ത്. കൂടെ പോകുന്ന ആളുകളൊക്കെ കൊറോണ പോസിറ്റീവാണ്, അപ്പൊ പ്രയാസത്തിലാണ്. അല്ലാഹുവേ, മഹാനവറുകളെ ഹളറത്തിൽ റാഹത്തോടുകൂടി എത്താനും ഈ മജ്ലിസിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആ സമക്ഷത്തിൽ പോയിക്കൊണ്ട് ഞങ്ങൾക്കും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളെ, തടസ്സങ്ങളെ ഹാജബാബാന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ തട്ടി നീക്കി മുന്നോട്ട് പോകാൻ അവർക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ. റഹ്മത്ത് വട്ടച്ചിറ ഉസ്താദ് വെട്ടിച്ചിറ, ഞങ്ങള് അയൽവാസികളിൽ ചിലരൊക്കെ കൂടി അജ്മീർ മൗലിദ് ഓതി ചീരനുണ്ടാക്കി വിതരണം ചെയ്തു. മാഷാ അല്ലാ. അപ്പൊ അജ്മീർ മൗലിദ് വീഡിയോ എടുത്ത് വിട്ടത് അപ്പൊ മുതലായി. ഒരുപാട് ആളുകൾ അജ്മീർ മൗലിദ് ഓതിക്കണം. നിങ്ങളൊക്കെ ഓതിയില്ലേ? ഓതിയോരൊന്ന് കൈവയ്ക്കേ. അജ്മീർ മൗലിദ് ഓതി മുഴുവനായിട്ട് ഓതിയോട്ടാ. ഓരോ ഇക്കാലത്ത് നമ്മൾ അത് നിങ്ങൾക്ക് ഓതാൻ എളുപ്പത്തിന്, മുഴുവൻ മൗലിദ് ഓതാൻ എളുപ്പത്തിന് വിട്ടുന്നതാ. മുഴുവനായിട്ട് ആരൊക്കെ ഓതിയിട്ടുണ്ട്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതാത്തൊരു ഈ മാസത്തെ ഉള്ളിൽ കേട്ടോ. എന്നിട്ട് ഓതിട്ട് ദ്വാരക്കണം, ചീരിഞ്ഞുണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുക, പറ്റുമോ അയൽവക്കത്തൊക്കെ കൊടുക്കുക. നല്ല കാര്യമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പ്രിയപ്പെട്ട റഹ്മത്ത് വെട്ടിച്ചിറ അവരോട് കൂടെ ആ സംരംഭത്തിൽ, ആ മൗലിദിന്റെ ജൽസയിൽ, അജ്മീർ ജൽസയിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, വീട്ടിൽ, കുടുംബജീവിതത്തിൽ, ഇബാദത്തിൽ, ഈമാനിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സൈനബ വയനാട് സ്വലാത്ത് 1000, ദിക്ർ 2000, ഇസ്തിഗ്ഫാർ, ഇഖ്ലാസ് ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദുആവസിയത്ത് അല്ലാഹു സ്വീകരിക്കണേ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ, ഐഷക്കുട്ടി ഇത്താത്തയുടെ 4ാമത്തെ ആണ്ടാണ്. അല്ലാഹുവിനെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ചെയ്തുപോയ പാപങ്ങൾ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. മറ്റൊരു ഐഷ മകന്റെ ജോലിയും ശമ്പളത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി, അതുപോലെ തന്നെ മക്കളുണ്ടാകാൻ വേണ്ടി, കടം വീടാൻ വേണ്ടി, വീടുണ്ടാകാൻ വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, മുറാദ് ഹാസിലാകാൻ വേണ്ടി, വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ദുആയിലേക്ക് പ്രവേശിക്കാം. അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് ഇഖ്ലാസുൽ മുസ്ലിമീൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان المبدي سبحان الباقي سبحان المغني سبحان العلي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان من زوال الإيمان ومن شد الشيطان وظلم السلطان. يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين. اللهم نبر قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وأدخلنا في الجنة بالقرآن. اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم رب السماوات السبع ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيتي. اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. اقض عنا الدين وأغننا من الفقر. بسم الله الرحمن الرحيم. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسن يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا ماجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذي الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع
يا باقي يا وارث يا رشيد يا صبور أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتعيدنا بتعيينك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുള്ള വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ സലാം ചൊല്ലിയത്, സ്വലാത്ത് ചൊല്ലിയത്, അവിടുത്തെ മദ്ഹ് ചൊല്ലിയത്, പാടിയതൊക്കെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നിന്റെ മഹാന്മാരായ നിന്റെ ഔലിയാക്കൾ, നിന്നോട് ഇഷ്ടം വെച്ചവര്, നിന്നോട് പ്രിയം വെച്ചവര്, നീ ഇഷ്ടം വെച്ചവര്, നീ പ്രിയം വെച്ചവരായ നിന്റെ മുസ്ലിങ്ങൾ, നിന്റെ ഔലിയാക്കൾ, അവരോടൊക്കെ സ്നേഹിച്ചുകൊണ്ട് അവരൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് ചൊല്ലിയതും ഓതിയതും ഒക്കെ നീ സ്വീകരിക്കണേ അല്ല. അതൊക്കെ അവരുടെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല. അല്ലാഹുവേ, ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ല. ആരാരുമില്ലാത്ത ഖബറിലേക്ക് നാളെ ഞങ്ങളെ കൊണ്ടുവെക്കുമ്പോ റബ്ബേ, ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ അല്ല. റഹ്മാനായ റബ്ബേ, ഇന്ന് സകല സൗകര്യങ്ങളുമുള്ള കോൺക്രീറ്റ് സൗധമായ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ റബ്ബേ, രാത്രി 12 മണിയാകുമ്പോൾ ഞങ്ങളെ റൂമിലെ ലൈറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുട്ടിലായി. അപ്പുറത്തും ഇപ്പുറത്തും ആളില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്, ഭയമാണ്. എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോ, ആരെങ്കിലും ഉപദ്രവിക്കുമോ, വീട്ടിൽ ഒറ്റക്കായാൽ പകല് പോലും ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ. അങ്ങനെ പേടിയോടെ ആദിയോടെ ജീവിക്കുന്ന ഞങ്ങൾ നാളെ നിന്റെ ഖബറാകുന്ന ആ മേഖലയിലേക്ക്, ഇരുട്ടറയിലേക്ക്, ഒരു മുടിയുടെ നാരിന്റെ നിഴല് പോലും ഇല്ലാത്ത, വെളിച്ചം പോലും ഇല്ലാത്ത ആ ഖബറിന്റെ ഭീകരതയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവെക്കപ്പെടുമ്പോ അല്ലാ, ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഖബറിൽ ആരാരും തുണക്കില്ലാതെ, ഖബറിൽ ആരാരും സംസാരിക്കാനില്ലാതെ അല്ലാഹു പേടിച്ചു കഴിയുന്ന സമയത്ത് 2 രൂപത്തിലുള്ള മനുഷ്യർ ഖബറിലേക്ക് വരുമെന്നാണ്. ഒന്ന് കണ്ടാൽ പേടിക്കുന്ന, പേടിച്ച് നിലവിളിക്കുന്ന, അട്ടഹസിച്ചു പോകുന്ന രീതിയിലുള്ള വികൃതമായ മുഖമുള്ള, പേടി തോകുന്ന മുഖത്തോടുകൂടിയുള്ള, വികൃത മുഖത്തോടുകൂടിയുള്ള ഒരു മനുഷ്യൻ ഖബറിലേക്ക് കടന്നു വരും. മറ്റൊരു മനുഷ്യൻ കാണാൻ ചന്തമുള്ള, സുമുഖനായ, കണ്ടാൽ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ അത്രക്കും സൗന്ദര്യമുള്ള, സുമുഖനായ, സൗന്ദര്യമുള്ള വ്യക്തി ഖബറിലേക്ക് കടന്നു വരും. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ രണ്ടാലൊന്നാണ് ഒരു മനുഷ്യന്റെ ഖബറിലേക്ക് കടന്നു വരിക. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യനാണോ അവന്റെ ഖബറിലേക്ക് കടന്നു വരിക, അവന്റെ സൽക്കർമ്മങ്ങൾ എല്ലാം കൂടി രൂപാന്തരപ്പെട്ട് ഒരു മനുഷ്യ രൂപത്തിലായിക്കൊണ്ടാണ് ഖബറിലേക്ക് വരിക. അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ തഖ്വ എത്രത്തോളമാണോ, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഇഖ്ലാസ്, നിഷ്കളങ്കത എത്രത്തോളമാണോ, അത്രത്തോളം ആ മനുഷ്യന്റെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിപ്പിക്കുമെന്നാണ് അല്ലാഹു. അത്തരത്തിൽ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന, ഖബറിൽ നേരം പോക്കാക്കുന്ന ഒരു വസ്തുവായി ആ രീതിയിലേക്ക് ഞങ്ങളെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അല്ല. ഞങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തെ സ്വീകരിക്കണേ അല്ല. ഞങ്ങളെല്ലാ ഇബാദത്തുകളെയും അങ്ങനെ നീ കബൂലാക്കി റബ്ബേ, ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് തുണയായി ഞങ്ങളെ അമലുകളെ നേരം പോക്കായി എത്തിക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആനിനെ ഖബറിൽ ഞങ്ങൾക്ക് നേരം പോക്കാക്കി എത്തിക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന, ഇന്ന് റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചവരുടെയൊക്കെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബിനെ എത്തി അവരും ഖബറിൽ സന്തോഷിക്കുന്ന ഒരു അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഹബീബായ പ്രവാചകന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, എന്നും ഞങ്ങൾക്ക് ദുആ ചെയ്യുമ്പോൾ തുടക്കം നിന്നോട് പറയാനുള്ളത് ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് പറയാനുള്ളത് അതിന് സവാബ് തരാൻ, പ്രതിഫലം തരാനാണ്. റബ്ബേ, നിന്നോട് പിന്നീട് ചോദിക്കാനുള്ള പ്രതിഫലം ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്നതാകാൻ വേണ്ടിയാണ്. പിന്നീട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള, ഞങ്ങളുടെ മങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഉപകാരമുള്ളതാകാൻ വേണ്ടിയാണ്. പിന്നീട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കാനാണ്. അല്ലാഹുവേ, ദുആ ചെയ്യുന്നത് ഞങ്ങൾ ഒന്ന് തന്നെയാണ്. അല്ലാഹുവേ,
അമലുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി, ഖബറിലേക്ക് ഉപകരിക്കാൻ വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് ഉപകരിക്കാൻ വേണ്ടി, മഹാന്മാരുടെ ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി, അതുവഴി അവരുടെ ഹുബ്ബും സ്നേഹവും ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി, ഖബറിൽ നാളെ മഹ്ശറയിൽ മെച്ചപ്പെടാൻ വേണ്ടി, ഇത് തന്നെയാണ് റബ്ബേ എന്നും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പരിശുദ്ധമായ ദുആക്ക് ഒരു കോർവയുണ്ടല്ലോ അല്ലാ, നിന്നോട് ചോദിക്കാൻ ഒരു മര്യാദയുണ്ടല്ലോ അല്ലാ, അത് ചോദിക്കേണ്ട രീതിയിൽ ഞങ്ങൾ ചോദിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാ. ളുഹർ നമസ്കാരം കഴിഞ്ഞാൽ എന്നും ഒരു ദുആയാണ്, ളുഹറിന് ശേഷം അസ്റിന് ശേഷം എന്നും ഒരു ദുആയാണ്, മഗ്രിബിന് ശേഷം എന്നും ഒരു ദുആയാണ്. അതുപോലെ ഓരോ വഖ്തിനും പ്രത്യേകം സുന്നത്തുള്ള ദുആയുണ്ട്. ളുഹറിന് ശേഷം ളുഹറിന്റെ ദുആ, അസ്റിന്റെ ദുആ ചെയ്യാറില്ല. അതുപോലെ അല്ലാ, ഈ മജ്ലിസിൽ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ള ദുആയുടെ ഒരു കോർവയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ എന്നും ദുആ ചെയ്യുന്നു ഞങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനാണ്, ഞങ്ങളുടെ പാപമോചനം ലഭിക്കാനാണ്. റബ്ബേ നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഒക്കെ മിസ്ലു സവാബിന് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്കും അവിടുത്തെ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അതുപോലെ സ്വഹാബുൽ ബദരീങ്ങളുടെ ഹുദീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാ. റബ്ബേ ഈ സ്വഹാബത്തിനെ ഞങ്ങൾ ഓർക്കുന്നത്, ബദരീങ്ങൾ ഓർക്കുന്ന അവരുടെ ഹുബ്ബ് ഞങ്ങൾക്ക് ലഭിക്കാനാണ്, അവരിൽ നിന്ന് ഒരു അല്പം സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കാനാണ്, അതുവഴി ഞങ്ങൾ രക്ഷപ്പെടാനാണ്. അല്ലാഹുവേ ബദരീങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ, എല്ലാ ഔലിയാക്കളുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഔലിയാക്കളുടെ രാജാവായ സുൽത്താൻമാരായ ഹിദീശ് തങ്ങളുടെ നിഫായ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മശായിഖന്മാരുടെ ഖൈറുൽ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളുടെ സ്ഥാനങ്ങൾ ദർജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ നിന്റെ മഹത്വത്തിൽ കൊണ്ട് ഞങ്ങൾ ചെയ്ത ദോഷങ്ങളുടെ ഫലമായി ഞങ്ങളെ ശിക്ഷിക്കല്ല, പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലാ. എന്റെ ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരണപ്പെട്ടു പോയി, സഹോദരൻ മരിച്ചുപോയി. ഈ മാസം റജബിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചുപോയത്. അതുപോലെ ഈ മജ്ലിസിൽ ഉമ്മ മരിച്ചുപോയവരുണ്ട്, ഉപ്പ മരിച്ചുപോയവരുണ്ട്, സഹോദരന്മാര് സഹോദരിമാര് മരിച്ചുപോയവരുണ്ട്, ഭാര്യ മരിച്ചുപോയവരുണ്ട്, ഭർത്താവ് മരിച്ചുപോയവരുണ്ട്, വല്യപ്പമാര് വല്യമ്മമാര്, ആൺമക്കൾ പെൺമക്കൾ പേരക്കുട്ടികൾ പലവരും മരണപ്പെട്ടു പോയവരുണ്ട്. രക്തബന്ധത്തിൽ നിന്നും കുടുംബ ബന്ധത്തിൽ നിന്നും കെട്ടുബന്ധത്തിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അയൽപക്ക ബന്ധങ്ങളിൽ നിന്നും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുമൊക്കെ പലവരും മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. ഒരു ശിഷ്യ ബന്ധത്തിൽ നിന്നും പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാ. ഞങ്ങൾ അഭ്യുദയകാംക്ഷികളായ ആളുകൾ, ഞങ്ങൾ അഭാവത്തിൽ ഞങ്ങളുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾക്ക് സ്വതക്ക നൽകിയവർ, ഹദിയ നൽകിയവർ, റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചവരൊക്കെ ഉണ്ട് അല്ലാ. അവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആരൊക്കെയാണ് ഓരോരോ സന്ദർഭങ്ങളിൽ ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് ഉപദേശം നൽകിയവർ, അതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല അല്ലാ. എല്ലാം ഓർമ്മയുള്ള റബ്ബേ, അതൊന്നും മറന്നു പോകാത്ത മറവി എന്ന സംഭവമേ ഇല്ലാത്ത അല്ലാ. നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലാ. എല്ലാവരെയും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ മിസ്ലു സവാബിനെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാക്കണേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്ന് കാക്കണേ അല്ലാ. കൊറോണ എന്ന മഹാവിപത്തിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ പലവരും പനിയാണ്, ജലദോഷമാണ് റബ്ബേ, കോവിഡ് പോസിറ്റീവ് ആയിക്കൊണ്ട് പ്രയാസപ്പെടുകയാണ്, ശിഫ നൽകണേ അല്ലാ. ശരീരകാകസകലം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. എന്ത് രോഗമാണ് റബ്ബേ, ശിഫ നിന്റെ അടുക്കൽ മാത്രമാണല്ലോ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരെയും രോഗം നിനക്കറിയാമല്ലോ അല്ലാ. ശ്വാസം മുട്ടുകൊണ്ട്, നെഞ്ചുവേദന കൊണ്ട്, ബ്ലോക്ക് കൊണ്ട്, അറ്റാക്ക് കൊണ്ട്, കിതപ്പ് കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ, തൈറോയിഡ് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നത്, എരണിയുടെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നത്, വെരിക്കോസിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നത്, കല്ലിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കല്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് അല്ലാഹുവേ. ഓപ്പറേഷൻ കഴിഞ്ഞ വാൽവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് അല്ലാ. കിഡ്നി മാറ്റി വെച്ച രോഗികളുണ്ട് അല്ലാ. കിഡ്നിയിൽ നീര് വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ഇങ്ങനെ തുടങ്ങി റബ്ബേ അപസ്മാരക രോഗികളുണ്ട് അല്ലാ. വെള്ളപ്പാണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ടെൻഷൻ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രാത്രി ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്
അള്ളാഹുവെ തലവേദന കൊണ്ട്, കണ്ണുവേദന കൊണ്ട്, വയറുവേദന കൊണ്ട്, ചെവി വേദന കൊണ്ട്, തൊണ്ടവേദന കൊണ്ട്, കണ്ണിന്റെ കാഴ്ച കുറവ് കൊണ്ട്, കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുള്ള ഒരു മജ്‌ലിസാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും വല്യപ്പമാരും വല്യമ്മമാരും അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അള്ളാഹുവേ. ഈ മജ്‌ലിസിൽ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടിട്ടുള്ളവർക്ക് റഹ്മാനായ റബ്ബേ അതൊക്കെ അവരുടെ പ്രാർത്ഥനകളാണ്. അല്ലാഹു സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെ ആമീൻ പറഞ്ഞിട്ടുണ്ടോ കബൂലാക്കണേ അല്ലാ. ആരൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണുന്ന അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ മനസ്സിലെ വേദന അറിയുന്ന അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ റബ്ബേ അറിയുന്ന റബ്ബേ. അവർ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും അവരുടെ കണ്ണിൽ നിന്ന് എത്ര തുള്ളി കണ്ണുനീര് ഉറ്റി വീണിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്ന അല്ലാ. ഞങ്ങളെല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. എല്ലാവരുടെയും വേദനകൾ മാറ്റിത്തരണേ അല്ലാ. എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. എല്ലാവരുടെയും ജീവിതത്തിലെ പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങൾ നീക്കി റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളിൽ എന്തെങ്കിലും പ്രയാസങ്ങളിൽ നന്നാക്കി റാഹത്തിലാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടം വീട്ടാണ് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ, സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവർ, കോട്ടേഴ്സിൽ താമസിക്കുന്നവർ അല്ലാഹുവേ റാഹത്തുള്ള വീടും സ്ഥലവും നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് റബ്ബേ അല്ലാഹുവേ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ പാതി വഴി വീട് പണി നിലച്ചവരുണ്ട്, അല്ലാഹു പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ജോലികളിലൊക്കെ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ജോലി സംബന്ധമായ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മശക്കത്തുകളും അവരെ ഞങ്ങളെ കാക്കണേ അല്ലാ. അടിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന, വിസ അടിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. കൊറോണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ലൈസൻസ് സംബന്ധമായി ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ. എല്ലാവർക്കും നീ സലാമത്ത് നൽകി ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. ഞങ്ങളെ മഈശത്തിന്റെ മേഖലയിൽ, സമ്പത്തിന്, ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഗർഭിണികളായ സഹോദരിമാരുണ്ട് റബ്ബേ, സുഖപ്രസവം നൽകണേ അല്ലാ. ഗർഭസ്ഥ ശിശുവിന്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, വളർച്ചക്കുറവുകൾ, അംഗവൈകല്യങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി റാഹത്താക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയതും വിവാഹപ്രായം കഴിഞ്ഞവരുമായ മക്കളുണ്ട് അല്ലാ. അവർക്കൊക്കെ നീ അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. റബ്ബേ നിന്റെ മഹദ് ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലും വിജയത്തിലും ഐശ്വര്യത്തിലും ബർക്കത്തിലും സ്നേഹ സമൃദ്ധിയിലാക്കണേ അല്ലാ. അല്ലാഹു കുടുംബജീവിതം താറുമാറായവരുണ്ട് അല്ലാ, പ്രശ്നത്തിലായവരുണ്ട് അല്ലാ. പരസ്പരം സ്നേഹിച്ച് റാഹത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ നല്ല ഇണക്കവും സ്നേഹവും പൊരുത്തവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ വീടൊക്കെ നീ സ്വർഗമാക്കി നൽകണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ പുന്നാര ഹബീബിന്റെ റൗള സന്ദർശിക്കാനുള്ള ഭാഗ്യമില്ലാതെ ഞങ്ങളെ ദുനിയാവിൽ നിന്ന് തിരിച്ചു വിളിക്കല്ല അല്ലാ. റബ്ബേ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു ഇടയിൽ വന്ന് ചേർന്നവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ അത് പൂർത്തിയാക്കാനും കഴിഞ്ഞു പോയ വാങ്ങൾ കുറേശ്ശൊക്കെ അതൊക്കെ ഓതി തീർക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഒരു ഉസ്താദിൽ നിന്ന് ഫാത്തിഹ മുതൽ അവസാനം വരെ ഓതി ഖുർആൻ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇഹ്റാം കെട്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹു ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗ്ഗം കണ്ട്, സ്വർഗ്ഗത്തിലെ അത്ഭുതങ്ങൾ കണ്ട്, സ്വർഗ്ഗത്തിലെ സന്തോഷങ്ങൾ കണ്ട്, സ്വർഗ്ഗത്തിലെ മണിമാളികൾ കണ്ട്, കൊട്ടാരങ്ങൾ കണ്ട്, പക്ഷിപ്രവാദികളെ കണ്ട്, സസ്യലതാദികളെ കണ്ട്, സ്വർഗ്ഗത്തില് പാറി നടക്കുന്ന ഹൂറലിങ്ങളെ കണ്ട്, സ്വർഗ്ഗം കാക്കുന്ന മാലാഖമാരെ കണ്ട്, സ്വർഗ്ഗത്തിന്റെ ഉപരിതലത്തിലൂടെ അത്ഭുതകരമായി ഒലിച്ചുകൊണ്ടിരിക്കുന്ന തേനിന്റെയും പാലിന്റെയും ഒക്കെ ആറുകൾ കണ്ട്, അരുവികൾ കണ്ട്, സ്വർഗ്ഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് സ്വർഗാത്ഭുതങ്ങളിലേക്ക് കണ്ണു നട്ട് കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് ഈമാനോടെ മൗത്താകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ അല്ലാ. സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن مع الصحة والعافية يا رب العالمين. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. آمين. تقبل الله وسكن الدعاء. السلام عليكم ورحمة الله وبركاته.